മൂന്നാം തവണയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാട്ടുകാരി ഗായത്രി എ ഗ്രേഡ് നേടുന്നത്. ഗാനാലോപന മത്സരങ്ങളിലാണ് ഗായത്രി സ്ഥിരമായി പങ്കെടുക്കുന്നത്. ടീച്ചർമാരും മാതാപിതാക്കളും നൽകുന്ന പിന്തുണയാണ് തന്റെ വിജയമെന്ന് ഗായത്രി പറയുന്നു. ഗായകന്റെ ഹൃദയമുരുകുന്നു, വിരഹതന്ത്രികൾ മുറുകുന്നു, എന്നിൽ നിറയുന്നു, എന്നിൽ നിറയുന്നു. അകലേ അപ്പോ ഗായത്രിക്ക് ഇത്തവണയും എ ഗ്രേഡ് ആണ് കേട്ടോ. കഴിഞ്ഞ 3 തവണയും തുടർച്ചയായി ലളിതഗാന മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഒരു കൊച്ചു മിടുക്കിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമുക്കൊന്ന് പരിചയപ്പെടാം. മോളെ പറയൂ, എന്തൊക്കെയാണ് എ ഗ്രേഡ് ഒക്കെ നേടി ഇപ്പോൾ വന്നിരിക്കുകയാണ്, സന്തോഷം പങ്കുവയ്ക്കും. നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ 3ാമത്തെ കൊല്ലം ആയതുകൊണ്ടും എ ഗ്രേഡ് കിട്ടിയതുകൊണ്ടും സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 തവണയും മത്സരിച്ചിരുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിലാണല്ലേ? കഴിഞ്ഞ 2 തവണ ഹൈസ്കൂളാണ്. 9ാം ക്ലാസ്സിൽ ഞാൻ മാപ്പിളപ്പാട്ടിനും 10ൽ ലളിതഗാനത്തിനായിരുന്നു. ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സരിച്ചിട്ട് ഫസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അധ്യാപകരുടെ ഒക്കെ ഒരു പിന്തുണയാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അധ്യാപകരൊക്കെ എല്ലാത്തിനും സപ്പോർട്ടാണ്. എല്ലാത്തിനും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലാണെങ്കിലും അതിന് മുന്നത്തെ കൊല്ലാണെങ്കിലും സ്റ്റേറ്റിലേക്കൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ പരിപാടികൾക്കും ഒപ്പം ഉണ്ടാവും. പിന്നെ ലളിതഗാനം പഠിപ്പിച്ചത് ആനക്കരയുള്ള പ്രിയമാഷാണ്. ഇവിടെ ഉണ്ടോ ഇപ്പൊ പ്രിയമാഷ് വന്നിട്ടില്ല. പ്രിയമാഷ് വിളിച്ചായിരുന്നോ? വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? വിളിച്ചു. റിസൾട്ട് വന്ന ഉടനെ തന്നെ വിളിച്ചു. എന്ത് പറഞ്ഞു മാഷ് എന്താ നന്നായി പറഞ്ഞു. ഇതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ അധ്യാപകരെയൊക്കെ? ഇത് ദിവാകരൻ മാഷ് എന്നെ 3ൽ പഠിപ്പിച്ചതാണ്. ജിഷ ടീച്ചർ എൻ്റെ ഇപ്പോഴത്തെ മലയാളം ടീച്ചറാണ്. ഇത് ഷബീന ടീച്ചർ. ഉണ്ണികൃഷ്ണൻ മാഷ് എൻ്റെ കെമിസ്ട്രി പഠിപ്പിച്ച മാഷാണ് 10ൽ. ഇത് മൊഹീദ്ദീൻ മാഷ് എനിക്ക് മാത്സ് പഠിപ്പിച്ചത് 10ൽ. അച്ഛൻ അമ്മ. അച്ഛനും അമ്മയും പറയൂ, എങ്ങനെയാണ് സന്തോഷം പറ്റൂ? മോള് ഇത്രയും ഫസ്റ്റ് വാങ്ങിയിരിക്കുകയാണ്, എ ഗ്രേഡ് വാങ്ങിയിരിക്കുകയാണ്, പറയൂ. വളരെ വർഷമുണ്ട്. കഴിഞ്ഞ 3 വർഷമായി സ്റ്റേറ്റിൽ പോകാൻ പറ്റുന്നുണ്ട്. ഒരു വർഷം കൊല്ലത്ത്, പിറ്റത്തെ തവണ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത്, ഇപ്പോൾ തൃശ്ശൂർ നമ്മുടെ വളരെ അടുത്ത ജില്ലയിൽ കിട്ടി. അതിൻ്റെ സൗകര്യമുണ്ട്. എന്തായാലും കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പണ്ട് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എനിക്ക് പാട്ടാണ് താല്പര്യം? അവളൊരു 3 വയസ്സ് മുതൽ പാടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 5 വയസ്സായപ്പോൾ കൊണ്ടേ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 10 വർഷമായിട്ട് പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വട്ടംകുളത്തുള്ള സിന്ധു ടീച്ചറാണ് പാട്ട് പഠിപ്പിക്കുന്നത്, ഗുരു അവരാണ്. ഇപ്പോൾ പ്രിയൻ മാഷാണ് ഇപ്പോൾ പാട്ട് ലളിതഗാനമൊക്കെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് മോള് പാട്ട് പാടി ഇപ്പോൾ എ ഗ്രേഡ് ഒക്കെ വാങ്ങിയിരിക്കുന്നു, സന്തോഷം പങ്കുവയ്ക്കും? വളരെ സന്തോഷമാണ്. പിന്നെ പാട്ട് വളരെ ഇഷ്ടമാണ്. അവൾ പാട്ട് പഠിക്കാറൊക്കെ ഉണ്ട്, നന്നായി പാടും. പിന്നെ ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ട്. അപ്പോൾ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. ഫാമിലിയിൽ നിന്ന് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നോ വിവരം അറിഞ്ഞിട്ട്? എല്ലാവരും വിളിച്ചു. എല്ലാവരും എന്ത് പറഞ്ഞു? എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പിയാണ്. ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഉണ്ട്. അത് തന്നെ വലിയൊരു സപ്പോർട്ടും ഉണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. പഠനത്തിലൊക്കെ എങ്ങനെ പാട്ട് പഠിക്കാൻ പോകുമ്പോൾ ടീച്ചേഴ്സൊക്കെ പറയാറുണ്ടോ പാട്ടും കൊണ്ട് നടന്നാൽ മതിയോ? അങ്ങനെയൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതോ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് മോള് പഠിക്കുക പാട് അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെ തന്നെയാണോ? ടീച്ചേഴ്സ് എപ്പോഴും സപ്പോർട്ട് തന്നെയാണ്. പിന്നെ മാർക്കൊക്കെ കുറയുമ്പോൾ ഇതുണ്ടാവുമല്ലോ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും സപ്പോർട്ടാണ്, എല്ലാ പരിപാടിക്കും ഒപ്പം ഉണ്ടാവും. പക്ഷെ മിടുക്കിയാണ്, പഠനത്തിലും മുന്നോട്ട് തന്നെ പോകുന്നു. കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകണം. അപ്പൊ എന്തായാലും നമുക്കും സന്തോഷമാണ്. തുടർച്ചയായി 3ാം തവണയാണ് ഗായത്രി എ ഗ്രേഡ് കരസ്ഥമാക്കുന്നത്. ഞാനൊരു പാലക്കാട്ടുകാരി ആയതുകൊണ്ട് തന്നെ പാലക്കാടുള്ള ഒരാൾക്ക് എ ഗ്രേഡ് കിട്ടുമ്പോൾ സന്തോഷമാണ്. പാലക്കാട് കപ്പ് കൊണ്ടുപോകുന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ക്യാമറാമാൻ ജിഷ്ണു കേരളപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശൂർ.